വിദേശ രാജ്യങ്ങളിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്ന ഒട്ടേറെ റിക്രൂട്ടിംഗ് ഏജൻസികളും അവരുടെ ഏജന്റുമാരും നമ്മുടെ ക്യാമ്പസുകളിൽ പോലും കടന്നു വരികയാണ്. ക്യാമ്പസുകളിലെ പല പരിപാടികളും സ്പോൺസർ ചെയ്യുന്നതിനും കോളേജ് യൂണിയനുകളുടെ പരിപാടികൾ പോലും സ്പോൺസർ ചെയ്യുന്നത് ഈ ഏജൻസികളാണ്. ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ പലതും വിശ്വാസയോഗ്യമല്ലാത്ത വിധത്തിലുള്ള അവകാശവാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഉചിതമായ പരാതി പരിഹാര സംവിധാനം ഏർപ്പെടുത്തുക, വിദ്യാർത്ഥികൾ നൽകുന്ന ഫീസുകളുടെ ഉത്തരവാദിത്തം ഏജൻസികൾ ഏറ്റെടുക്കുക, വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തുക. മെച്ചപ്പെട്ട ജീവിത നിലവാരവും മികച്ച ജോലി സാധ്യതകളും നേടി കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പല വിദേശ രാജ്യങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിനായി വർഷം തോറും കുടിയേറുന്നത്. ബാങ്കുകളിൽ നിന്നും വായ്പ കൂടി ലഭ്യമാക്കുന്നത് ഇവർക്ക് വേഗത്തിൽ വിദേശ സർവകലാശാലയിൽ ചേരുന്നതിന് സാധ്യത കൂടുകയാണ്. ഇത് മുതലെടുത്ത് വിദേശ രാജ്യങ്ങളിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്ന ഒട്ടേറെ റിക്രൂട്ടിംഗ് ഏജൻസികളും അവരുടെ ഏജന്റുമാരും നമ്മുടെ ക്യാമ്പസുകളിൽ പോലും കടന്നു വരികയാണ്. വിദേശത്താകട്ടെ കേരളമടക്കമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ തള്ളിക്കയറ്റം കൊണ്ട് ഒട്ടേറെ ഗുണമേന്മയില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരികയാണ്. അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദമെടുത്ത് അവിടെയോ നമ്മുടെ നാട്ടിലോ ജോലി നേടാൻ കഴിയാതെ ചതിക്കപ്പെടുകയും ചെയ്യുന്ന ധാരാളം കേസുകൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത്തരം റിക്രൂട്ട് ഏജൻസികളും അവരുടെ ഏജന്റുമാരും നമ്മുടെ നാട്ടിലെ ക്യാമ്പസുകളിൽ വന്നാണ് കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നത്. ക്യാമ്പസുകളിലെ പല പരിപാടികളും സ്പോൺസർ ചെയ്യുന്നതിനും കോളേജ് യൂണിയനുകളുടെ പരിപാടികൾ പോലും സ്പോൺസർ ചെയ്യുന്നത് ഈ ഏജൻസികളാണ്. ഈ ആധുനിക കാലത്ത് അനുയോജ്യമായ ഉപരിപഠന സാധ്യത നമ്മുടെ നാട്ടിൽ ഒരുക്കുകയും വിദേശത്ത് പ്രവർത്തിക്കുന്ന ഗുണമേന്മയുള്ളതും ഇല്ലാത്തതുമായ സ്ഥാപനങ്ങളുടെയും കോഴ്സുകളെയും കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധമുണ്ടാക്കുന്നതിനും വേണ്ടി നമ്മുടെ ക്യാമ്പസുകളിൽ സാഹചര്യം ഉണ്ടാക്കുമോ സർ? ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്. നമ്മുടെ രാജ്യങ്ങളുടെ ബൗണ്ടറീസ് അസംഗതമാകുകയും വളരെ വേഗത്തിൽ രാജ്യാന്തര സഞ്ചാരം സാധ്യമാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് വിവിധ രാജ്യങ്ങളിലെ മെച്ചപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ട് അറിയാനുള്ള സാധ്യതയുണ്ട്. എയർലൈൻസുകളും എഡ്യൂക്കേഷണൽ ലോണുകളുടെ അവൈലബിലിറ്റിയും ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്റ്റുഡൻറ് മൈഗ്രേഷനും എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടുതലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള കുടിയേറ്റം നടക്കുന്നുണ്ട്. അപകടകരമായിട്ടുള്ള ഒരു കാര്യം, ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ പലതും വിശ്വാസയോഗ്യമല്ലാത്ത വിധത്തിലുള്ള അവകാശവാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അവബോധം വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഡോക്ടർ സജി ഗോപിനാഥ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ ശുപാർശ പ്രകാരം വിദ്യാർത്ഥി കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള വിവരശേഖരണം നടത്തുക, രജിസ്ട്രേഷൻ പ്രക്രിയയിലൂടെ വിദ്യാഭ്യാസ കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ സമഗ്രമായ വിവരശേഖരണം നടത്തുക, ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ സ്റ്റേറ്റ് അതോറിറ്റി ഫോർ സ്റ്റുഡൻസ് ഓവർസീസ് മൈഗ്രേഷൻ രൂപീകരിക്കുക, ഉചിതമായ പരാതി പരിഹാര സംവിധാനം ഏർപ്പെടുത്തുക, വിദ്യാർത്ഥികൾ നൽകുന്ന ഫീസുകളുടെ ഉത്തരവാദിത്തം ഏജൻസികൾ ഏറ്റെടുക്കുക, വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തുക, വിദ്യാർത്ഥി താൽപര്യാനുസൃതമായി സംസ്ഥാനത്ത് പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ വിദേശ മന്ത്രാലയങ്ങളുമായി ആവശ്യമായ ചർച്ചകൾ നടത്തുക, മലയാളികളായ വിദ്യാർത്ഥികളുടെ കുടിയേറ്റം സംബന്ധിച്ച കൃത്യമായ കണക്ക് ദേശീയ ഉന്നത വിദ്യാഭ്യാസ സർവേയിലൂടെ ശേഖരിക്കുക, വിദ്യാഭ്യാസ ഏജൻസികളുടെ നിയമവിരുദ്ധ പ്രവർത്തനം നിയന്ത്രിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരിക. ഇത്രയും കാര്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തീരുമാനങ്ങളെടുത്ത് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.